Hello, welcome to market discussion of the day. Today, January 20th, 2026, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മളുടെ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആദ്യത്തെ 6 പാർട്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു പാർട്ടിയുടെ ലാസ്റ്റ് റൂൾസ് ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരൊറ്റ പാർട്ടും കൂടി ഇനി വരാനായിട്ടുണ്ട്. അത് നാളെയോ മറ്റന്നാളായിട്ടോ ഞാൻ മിക്കവാറും അത് അപ്ലോഡ് ചെയ്യുന്നതുമായിരിക്കും. സോ അത് നിങ്ങൾ കാണുക. കണ്ടിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യാം. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്സ്. ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ജസ്റ്റ് ഞാനൊന്ന് എല്ലാത്തിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുള്ളൊരു ടൈമില്ല. സോ ജസ്റ്റ് ഞാൻ ഒന്ന് എന്താ പറയുക, ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. സോ മെയിനായിട്ടുള്ളൊരു കാര്യം, സാറ്റർഡേ നമ്മളുടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്താ പറയുക, ഗ്രീൻലാൻഡിനെ വേണം എന്ന് ശക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനെ ആസ്പദമാക്കി യൂറോപ്യൻ കൺട്രീസ് എന്താ പറയുക അത് ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ US ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത് പ്രമാണിച്ച് ഓൾമോസ്റ്റ് 10% താരിഫ് ഓൾമോസ്റ്റ് 10 രാജ്യങ്ങൾക്കെതിരെ US വെക്കുകയുണ്ടായി. ഓക്കെ, സോ അത് അടുത്ത ഫെബ്രുവരി 1 അത് ഉണ്ടാകും. അത് UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കാണ് ഇത്രയും വലിയൊരു താരിഫ് വെച്ചത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. സോ അതുകൊണ്ടിട്ട് തന്നെ യൂറോനെ അത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, ഗോൾഡ് ഒക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഗോൾഡിനകത്തുള്ള പ്രഷർ കൂടുകയും ഗോൾഡ് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്. പക്ഷേ ശനിയാഴ്ചയ്ക്ക് ശേഷം ഞായറാഴ്ച അവധിയായിരുന്നു, തിങ്കളാഴ്ച ഇന്നലെ US ഹോളിഡേ ആയിരുന്നു. ഓക്കെ, US ഹോളിഡേ ആയതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ആയ ഒരു സമയത്ത് 4594 അവസാനിച്ച മാർക്കറ്റ് 4628 സ്റ്റാർട്ട് ചെയ്തത്. കണ്ടോ, ഈ ഒരു ജമ്പ് അപ്പ് ആണെന്ന് ഇന്നലെ രാവിലെ സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷം ഈ ഒരു ഒറ്റ ക്യാൻഡലിന് ശേഷം മാർക്കറ്റ് വളരെ ചെറിയൊരു റേഞ്ചിലായിരുന്നു. ഓക്കെ, സോ ഒരു $30 റേഞ്ചിലായിരുന്നു ഇന്നലെ മൊത്തം കിടന്ന് കറങ്ങിയത്. നമ്മളത് ഡിസ്കസ് ചെയ്ത് പോയതുമാണ്. ഇനി വളരെ ചെറിയ മൂവ്മെൻ്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതുമാണ്. ഓക്കെ, സോ അവിടെ തന്നെ 4660 എന്ന് പറയുന്ന ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് അവിടെ എടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതിൻ്റെ താഴോട്ട് മാർക്കറ്റ് വന്നിട്ടും ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് കാണുകയും ചെയ്യാം ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത്, അല്ലേ? സോ ബേസിക്കലി ഇങ്ങനൊരു സാഹചര്യം നടക്കുന്നുണ്ട്. സോ അതിൻ്റെ എന്താ പറയുക, തുടർച്ചയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഇന്നത്തെ ദിവസം ഇന്ന് ഇന്ത്യൻ ടൈമിംഗ് 6:30 ശേഷമായിരിക്കും ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി മാത്രമേ ഇന്ന് ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഗോൾഡിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ലോസ് ഇടാതെ ഒരു കാരണവശാലും ട്രേഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. കാരണം എന്ത് സ്റ്റേറ്റ്മെൻറ്റ്സും ഇന്ന് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അത് യൂറോപ്പിൻ്റെ സൈഡിൽ നിന്നാകാം, അല്ലെങ്കിൽ US സൈഡിൽ നിന്നാകാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വേണം പോകാൻ. പ്രത്യേകിച്ച് UK വിമർശിക്കാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ UK വിമർശിച്ചാൽ, കാരണം കാലം ഇതുവരെയും ഒരുമിച്ച് നിന്നുകൊണ്ടിരുന്ന 2 രാജ്യങ്ങളാണ് US-ഉം UK-യും, അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? സോ അങ്ങനെ ഉള്ള UK വരെ US ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു വാക്ക് പറയുമ്പോൾ ഉറപ്പായിട്ടും UK-നെ ഡയറക്റ്റ്ലി വിമർശിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടാവും. അതുകൊണ്ടിട്ട് തന്നെ GBP ഒന്നുകൂടെ ഒന്ന് കറക്ഷൻ കിട്ടി നല്ലൊരു പ്രൈസിന് നമുക്ക് വാങ്ങാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ കൊണ്ട് നമുക്ക് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കി പോകേണ്ട കാര്യങ്ങൾ. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഇറാൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരുപാട് പത്രമാധ്യമങ്ങളും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളും ഒക്കെ അതൊരു ആഘോഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇറാൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇറാൻ ഇതൊരു വേൾഡ് വാർ തീരുമോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ. പക്ഷേ അത് ഭയങ്കരമായിട്ട് ഒന്ന് എന്താ പറയുക, സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു വാർ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. കാരണം ഇറാനെ ബാക്കപ്പ് ചെയ്തുകൊണ്ട് ചൈനയും റഷ്യയും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ മിഡിൽ ഈസ്റ്റിൽ അങ്ങനെ ഒരു വാർ ഉണ്ടാവാൻ എന്താ പറയുക, US കൂടെ ഒത്തു നിൽക്കുന്ന ഖത്തറും അതേപോലെ തന്നെ സൗദി അറേബ്യ പോലത്തുള്ള രാജ്യങ്ങൾ സമ്മതിക്കാനായിട്ടുള്ള പോസിബിലിറ്റി, അല്ലെങ്കിൽ അവർ അതിനെതിരായിട്ട് നിൽക്കും, അല്ലെങ്കിൽ അവിടെ ഒരു എന്തായാലും അങ്ങനൊരു ചാൻസസ് വളരെ കുറവാണ്. പിന്നെ ഇറാൻ വെറുതെ ഒരു ചെറിയൊരു എന്താ പറയുക, നമ്മുടെ വെനസ്വേല പോലെ ഒരു ചെറിയൊരു രാജ്യമൊന്നുമല്ല. ഇറാന് നല്ല പവർ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഗ്രീൻലാൻഡ് ഇഷ്യൂ ആണ് ഇപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ഇഷ്യൂ എന്നും കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്.
ഓക്കെ, സോ നമുക്ക് നേരെ നമ്മളുടെ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്നുള്ള ന്യൂസിലോട്ട് വരാം. ഇന്ന് ഫണ്ടമെൻ്റൽ സൈഡിൽ പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ നമ്മളുടെ ഇതിന് ഏതാണ് GBPയെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ചിൻ്റെ ന്യൂസ് 12:30 മണിക്ക് ഇന്ത്യൻ ടൈമിംഗ് 12:30 മണിക്ക് വരുന്നുണ്ട്. ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ച് GBPയെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ് ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ ഒരു ടൈമിന് മുന്നേ ആയിട്ട് GBPയിൽ പൊസിഷൻസ് ഉള്ള ആൾക്കാർ മാറി നിൽക്കുക. അതിനുശേഷം 3:15 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറുടെ സ്പീച്ചും ഉണ്ട്. ഓക്കെ, സോ ഇത് GBPനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. പക്ഷേ ഇന്ത്യൻ ടൈമിംഗ് 6 മണിക്ക് ശേഷം ഉണ്ടാവുന്ന US മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണുക. പറ്റുവാണെങ്കിൽ US മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ലെവൽസിൽ എവിടെ എത്തിക്കഴിഞ്ഞാലും നിങ്ങൾ ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ എന്താ പറയുക, ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ മെയിനായിട്ട് പറയാനായിട്ടുള്ളത് ഗോൾഡിൽ സെൽ സൈഡ് നിൽക്കാതിരിക്കുക. ഓക്കെ, സോ പല ആൾക്കാരും ഓൾ ടൈം ഹൈ ആയതുകൊണ്ടിട്ട് തന്നെ സെൽ സൈഡ് നിൽക്കുന്നുണ്ടായി. 4712 ഈ കഴിഞ്ഞ് നമ്മളിപ്പോൾ മാർക്കറ്റ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പോയ ഈ ഒരു ക്യാൻഡിലാണ് ഈ ഗോൾഡിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ക്യാൻഡിൽ. നമ്മൾ ഇപ്പോൾ തന്നെ ഈ പറയുന്ന മാർക്കറ്റ് ഡിസ്കഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ എത്ര വട്ടം നമ്മൾ ഈ ഓൾ ടൈം ഹൈ എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്തോട്ട് കണ്ടു അല്ലേ. സോ ഓൾ ടൈം ഹൈയിലാണ് മാർക്കറ്റ് ഇപ്പോൾ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ ഇവിടുന്ന് സെല്ല് ചെയ്യണം എന്ന് നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. സെല്ലിൽ നിൽക്കരുത്. നമ്മൾ എപ്പോഴും പറയും ഫോളോ ദ ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് അല്ലേ. സോ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പ്രത്യേകിച്ച് ഇന്ന് ഗോൾഡിലൊന്നും പറയാനില്ലാത്തത് കൊണ്ടിട്ട് ഞാൻ ഗോൾഡിലോട്ട് പോകുന്നില്ല. ഞാൻ JPY USD JPY എല്ലാ ദിവസവും പറയുന്നത് പോലെ USD JPYയിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 158.20 മാർക്കറ്റ് നിൽക്കുന്നു. ഓക്കെ, സോ 158ൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. സോ അത് ഹോൾഡ് ചെയ്യാം. നമ്മൾ ഇന്നലെ മാർക്കറ്റ് താഴെ വന്നപ്പോൾ 154.40 വരെയാണ് വന്നത്. 40ൻ്റെ താഴെയായിട്ടാണ് സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട് പറഞ്ഞത്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല. ഓക്കെ, സോ ഇപ്പം ആ 158 ബൈ ഓൾറെഡി പ്രോഫിറ്റിലായിട്ടുണ്ട് പല ആൾക്കാർക്കും. സോ ആ ബൈ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈവൻ US മാർക്കറ്റ് ഓപ്പൺ ടൈമിങ്ങിൽ 157.50 157.40 റേഞ്ചിൽ കിട്ടിയാലും അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെയുള്ള ഗുണം എന്താ വെച്ചാൽ ടൈറ്റ് ആയിട്ടുള്ള 157.20 അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് 20 പിപ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ട് മുന്നോട്ട് പോകാം. ഇല്ലാത്ത പക്ഷം നമുക്ക് 158ൻ്റെ മുകളിൽ ഈ ഒരു പോയിന്റിൽ നിന്നൊക്കെ ബൈ ചെയ്യുന്നത് കൊണ്ടിട്ടും തെറ്റില്ലാത്ത കാര്യമാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, കാരണം നമ്മുടെ ഒരു മാർക്കറ്റ് ടൈമിങ്ങിന് ഇപ്പോൾ യൂറോപ്പ് മാർക്കറ്റ് ഓപ്പൺ ആയ ഈ ഒരു ടൈമിൽ നമുക്ക് മാർക്കറ്റ് 158ൻ്റെ മുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നല്ലൊരു സൂചന തന്നെയാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. പക്ഷേ ഒരു 4 hour ക്യാൻഡിൽ നമുക്ക് ഇതേവരെ ഒരു 158ൻ്റെ മുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് 158ൻ്റെ മുകളിൽ തന്നെയാണ് ഈ 4 hour ക്യാൻഡിലും സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അതിൻ്റെ കൂടെ മാർക്കറ്റ് ടൈമിങ്ങിലും 158ൻ്റെ മുകളിലായിട്ട് ഒരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടിട്ട് തന്നെ നമുക്ക് ഇതൊരു എന്താ പറയുക 158ൻ്റെ മുകളിലായിട്ട് സപ്പോർട്ട് പിടിച്ചു എന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഉറപ്പിക്കാം. പക്ഷേ 100% ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത മാർക്കറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലോസിങ്ങിനും ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്ക് ഏഷ്യ ക്ലോസിങ്ങിനും 158ൻ്റെ മുകളിൽ തന്നെയാണ് എങ്കിൽ അവിടെ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് 158ൻ്റെ മുകളിലുള്ള ബൈ ഓപ്പർച്യൂണിറ്റി മുന്നോട്ട് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇത് നമുക്കൊരു 70% 75% ഉറപ്പിൽ നമുക്കിപ്പം വേണമെങ്കിലും പൊസിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, സോ 180 ഇപ്പോഴല്ല 158.50 ആ റേഞ്ചിലൊക്കെ കിട്ടുകയാണെങ്കിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഇതാണ് നമുക്ക് GBP USDയിൽ പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സ്റ്റോപ്പ് ലോസ് 157.40 താഴെ ഉള്ള സ്റ്റോപ്പ് ലോസ് തന്നെ ഇട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, സോ നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ തൽക്കാലം മാറി നിൽക്കുക. 1.1658 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. തൽക്കാലം മാറി നിൽക്കുക. എന്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെങ്കിലും വരാം. ഓക്കെ, സോ 2 ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് പറയാനായിട്ടുള്ള യൂറോയിൽ. 1.1500 അവിടെ മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു ബൈ നമുക്ക് എടുത്ത് പോകാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1.1
1800 അവിടുത്തെ സെൽ ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത് യൂറോയുടെ കാര്യത്തിനകത്ത്. ഓക്കെ, സോ നേരെ നമ്മൾ ജി ബി പിയിലോട്ട് വരുമ്പോൾ ജി ബി പി 1.3441 നിൽക്കുന്നു. ഓക്കെ, സോ ജി ബി പി ഓൾറെഡി നമ്മൾ 1.3400 എന്ന് ബൈ എടുത്തിട്ടുള്ള ആൾക്കാർക്കെല്ലാം നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റിൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മളുടെ പൊസിഷനും അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജി ബി പി അധികം നേരം ഞാൻ ഈ ക്ലെമൻ കൗണ്ട് ചേഞ്ചിൻ്റെ ന്യൂസിന് മുന്നേ ആയിട്ട് ഞാൻ ഈ പൊസിഷൻ അവസാനിപ്പിക്കും കേട്ടോ, ഉറപ്പായിട്ടും. കാരണം ക്ലെമൻ കൗണ്ട് ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് നമ്മളുടെ ജി ബി പിയെ സംബന്ധിച്ചിടത്തോളം. സോ അതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ എന്നുള്ളത് കൊണ്ടിട്ട് ഞാൻ ഈ പൊസിഷൻ അവസാനിപ്പിക്കും എന്തായാലും. ഓക്കെ, കിട്ടാനുള്ളത് കിട്ടി എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ ജി ബി പി ഇന്നത്തെ ദിവസം ഇന്ന് വൈകുന്നേരം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ചും ഉണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ജി ബി പി നിന്ന് മാറി നിൽക്കുക, ഇനി ജി ബി പിയിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. വൈകുന്നേരം യു എസ് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം യു എസ് പ്രസിഡന്റ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് യു കെക്കെതിരെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബെറ്റർ പ്രൈസ് കിട്ടും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അങ്ങനെ ബെറ്റർ പ്രൈസ് കിട്ടിയാൽ 1.3300 1.3200 നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഒരു ലോങ്ങർ ടേമിലോട്ടുള്ളൊരു ബൈ എൻട്രി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യണം. സോ ഒരു 6 മന്ത്സിനപ്പുറം അല്ലെങ്കിൽ 3 to 6 മന്ത്സിനപ്പുറം നമുക്ക് 1.400 ആയിരിക്കും നമ്മൾ ജി ബി പിയെ കാണുന്നത്. അൺലെസ് ഒരു വാറൊക്കെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ റഷ്യ ന്യൂക്കിനെ അറ്റാക്ക് ചെയ്തു അങ്ങനെയൊക്കെയുള്ള ന്യൂസ് വന്നാൽ വേറെ രീതിയാവും. അല്ലെങ്കിൽ യു എസും യു കെയും തമ്മിലുള്ള ബന്ധത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രീം കേസസുകളൊന്നും നടന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജി ബി പി മുകളിലോട്ട് തന്നെ പോകും. അത് 1.400 റേഞ്ചിലോട്ടൊക്കെ നമ്മൾ കാണാനും പറ്റും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ജി ബി പി യു എസ് ഡിയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ 4711 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞ് ആ ഒരു റേറ്റിൽ ഇപ്പോൾ നിൽക്കുന്നു. 4716 നമ്മളുടെ ഗോൾഡ് തുടങ്ങിയതിന് ശേഷം ഓൾ ടൈം ഹൈ, എന്താ പറയുക, ഏറ്റവും വലിയ പ്രൈസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരു ഔൺസ് ഓഫ് ഗോൾഡിന് അല്ലേ. സോ എനിക്ക് ആക്ച്വലി ഒന്നും പറയാനായിട്ടില്ല ഗോൾഡിലത്, എനിക്കൊന്നും അറിയില്ല. കാരണം നമ്മൾ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എവിടുന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഗോൾഡിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ അത് സപ്പോസ് ഇപ്പം എന്തായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഗ്രീൻ ലൈൻ ഒന്നും എടുക്കുന്നില്ല എന്നൊന്നും പറയാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിച്ചിടത്തോളം അതും നിൽക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഒന്നുമില്ല. ഓക്കെ, സോ അപ് ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, ഡൗൺ ട്രെൻഡ് ആവാനായിട്ടുള്ള യാതൊരു പോസിബിലിറ്റി ഇല്ല. ഓൾ ടൈം ഹൈ ആണെന്ന് പറഞ്ഞ് സെല്ലിലോട്ട് നിൽക്കാതിരിക്കുക. നല്ലൊരു ബൈ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അത് ബൈ ആയിട്ട് മുന്നോട്ട് പോവുക. അതിലേറ്റവും ബെറ്റർ ബൈ എൻട്രി നമുക്ക് ഉറപ്പിച്ചും അവിടുന്ന് സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്നൊരു പ്രൈസ് 4620. ഓക്കെ, സോ 4620 അവിടെ മാർക്കറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. 4620 ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനുള്ളത്. അങ്ങനെ 4620 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 4595 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. $25 സ്റ്റോപ്പ് ലോസ്, $37 ടേക്ക് പ്രോഫിറ്റിന് വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ ഞാൻ എന്താ പറയുക, ഒരുപാട് ട്രേഡ് എടുക്കണം എന്ന് പറയുന്ന ആളല്ല. നമുക്കൊരു ദിവസം ഒരു ഓപ്പർച്യൂണിറ്റി മതി, ആ ലെവലിലോട്ട് വന്നാൽ നമുക്ക് ബൈ എടുത്ത് പോകാം. ഇല്ലാത്ത പക്ഷം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാം. കറൻസീസിൽ ട്രേഡ് ചെയ്യാൻ ഇന്ന് തന്നെ നമ്മൾ ജി ബി പിയിൽ നല്ല ഓപ്പർച്യൂണിറ്റി, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഓപ്പർച്യൂണിറ്റി നല്ല പ്രോഫിറ്റ് ആയിട്ടുണ്ട് ഇപ്പം അല്ലേ. നമ്മൾ ജി ബി പിയിൽ പറഞ്ഞ നല്ല രീതിയിൽ ഒരു ഞാൻ വലിയ ലോട്ടാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. പക്ഷേ എന്നാലും നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈവൻ 0.1 ലോട്ടിൽ ചെയ്യുന്ന ഒരാൾക്ക് പോലും ഒരു $30 $40 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. USD JPYയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ഓൾറെഡി 358 എന്നൊക്കെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ഒരു $30 $40 കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ എന്തിനാണ് നമ്മൾ വെറുതെ ഗോൾഡിനകത്ത് ഈ ഒരു ഓൾ ടൈം ഹൈയിൽ കൺഫ്യൂഷൻ ഉള്ള ഈ ഒരു സ്റ്റേജിൽ ട്രേഡ് ചെയ്യുന്നത്? ഓക്കെ, അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ നമ്മളുടെ ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യുക. 4620 എൻ്റെ ലെവൽ. നിങ്ങളുടെ ലെവൽ വേറെ ആയിരിക്കാം. നിങ്ങൾ പല മെത്തേഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ആ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എല്ലാം നിങ്ങൾ യൂസ് ചെയ്യുക. എല്ലാ മെത്തേഡ്സും പ്രോപ്പറാണ്. ഓക്കെ, സോ എൻ്റെ ചാനൽ കണ്ടിട്ട് നിങ്ങൾ പഠിച്ച രീതി മാറ്റാതിരിക്കുക. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൺഫ്യൂസ്ഡ് ആകും. ഓക്കെ, സോ ഞാൻ വളരെ കുറച്ച് ട്രേഡ് എടുക്കുന്ന ഒരാളാണ്. ഓക്കെ, ഞാൻ എപ്പോഴും ട്രേഡ് എടുക്കുന്ന ഒരാളല്ല.
നിങ്ങൾ എപ്പോഴും ട്രേഡ് എടുക്കുന്ന ആളാണ്, നിങ്ങളുടെ ലെവൽസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കുക. പിന്നീട് എനിക്കറിയാവുന്ന പല ആൾക്കാരും ചെറിയ പ്രോഫിറ്റ് $4 അല്ലെങ്കിൽ 40 പിപ്പിൻ്റെ പ്രോഫിറ്റ്, 50 പിപ്പിൻ്റെ പ്രോഫിറ്റ്, 60 പിപ്പിൻ്റെ പ്രോഫിറ്റൊക്കെ കിട്ടുമ്പോൾ എടുത്ത് മാറുന്ന ആൾക്കാർ എനിക്ക് അറിയാം. അതൊന്നും തെറ്റില്ലാത്ത കാര്യമാണ്, അതെല്ലാം നല്ല കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനത്തുള്ള ഒരുപാട് വേൾഡിൽ ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ട്രേഡ് എടുക്കാതിരിക്കുക. ട്രേഡ് ഉറപ്പായിട്ടും എടുക്കണം, നമ്മുടെ ലെവൽസിൽ വന്ന ട്രേഡ് എന്തായാലും എടുക്കണം. കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കരുത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ GBPയിലൊക്കെ നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4600, 1.3300, 1.3200 എന്നൊക്കെ നമുക്ക് ലോങ്ങർ ടേമിലോട്ടുള്ളൊരു ബൈ എൻട്രി പ്രതീക്ഷിക്കാം. അതേപോലെ USD JPYയിൽ നമുക്ക് 162 ആണ് 2000-ന് ശേഷമുള്ള ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പറയുന്ന 162 അവിടെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 162 ബ്രേക്ക് ആയില്ല എങ്കിൽ സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തിന് മുന്നേ ആയിട്ടുള്ള ലോങ്ങർ ടേമിലോട്ടുള്ള ഒരു ഗ്രാഫൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ അടുത്ത ടാർജറ്റ് ലോങ്ങർ ടേമിലോട്ടുള്ള ടാർജറ്റ് 142 ആണ്. സോ 162 to 142 എന്ന് പറയുന്ന 2000 പിപ്പിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 152 അവിടെ നിന്ന്. ഓക്കെ, 162 അവിടെ നിന്ന്. സോ ഇതെല്ലാം നമുക്ക് ലോങ്ങർ ടേമിലോട്ട് പ്ലാൻ ചെയ്യാവുന്ന ട്രേഡുകളാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ അതുകൊണ്ടിട്ട് ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ സ്റ്റാർ ട്രേഡർ ബ്രോക്കർ, ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ ആണെങ്കിൽ വേറെയും ബ്രോക്കേഴ്സ് ഉണ്ട്, പക്ഷേ സ്റ്റാർ ട്രേഡറാണ് ഞാൻ കൂടുതൽ ഫണ്ട് ഇട്ടിട്ടുള്ളത്. ഓക്കെ, സോ സ്റ്റാർ ട്രേഡർ ബ്രോക്കർ കൊടുക്കുന്ന ബോണസ് പ്രോഗ്രാം ആദ്യത്തെ $500 50% ബോണസും ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കമ്പനി കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ബോണസ് പ്രോഗ്രാം നിങ്ങൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ലിങ്കിൽ പോവാം. സ്റ്റാർ ട്രേഡിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം എന്നെ ഡയറക്റ്റ്ലി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ഞാൻ ആക്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ ആ ഒരു ഓഫർ ഒരു 2 മാസം കൂടെ ഉണ്ടാവുള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്താൽ ആ ഒരു ഡെപ്പോസിറ്റ് ബോണസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ $1000 100% ബോണസാണ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നതിന് എല്ലാവർക്കും ഗുഡ് ബൈ.